സഭ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തലിലൂടെയും ഹവാല ഇടപാടുകളിലൂടെയും പണമെത്തുന്നതായി, ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണം എന്നാവശ്യപ്പെട്ട് സർവശ്രീ സണ്ണി ജോസഫ്, KPA മജീദ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാ. ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ. അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കുന്നതാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കുന്നത്. ഓർഡർ റൂൾ 50 ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ PP ചിത്ത. ബഹുമാനപ്പെട്ട അംഗങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ സബ്മിഷൻസും അതുപോലെ തന്നെ കോളിംഗ് അറ്റൻഷനും ചുരുക്കി അവതരിപ്പിക്കണം. അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ചുരുക്കി മറുപടി പറയണം. യെസ്. എനിക്ക് പ്രത്യേകമായൊരു കാര്യം മെൻഷൻ ചെയ്യാൻ, ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തോട്ട് പോയപ്പോൾ അങ്ങ് അതിനു മുമ്പ് ഞാൻ നടത്തിയ പരാമർശങ്ങൾ സഭാ നടപടിയിൽ നിന്ന് നീക്കം ചെയ്തു. ഞങ്ങൾ പുറത്തേക്ക് പോയതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി എനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാണ്. സാർ, അങ്ങ് എന്നെക്കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത്. സാർ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയെ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും അതുകൊണ്ട് എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. പിന്നെ പാർലമെന്ററി കാര്യമന്ത്രി നിങ്ങള് ബഹുമാനപ്പെട്ട അംഗങ്ങൾ സഭക്കകത്ത് ഇത്തരം പരാമർശം നടത്തുന്ന രീതി ശരിയല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഉരിഞ്ഞത്. ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത്. അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അത് സഭാരേഖ നീക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഒന്നോർത്ത് നോക്കൂ എന്നാണ് പറഞ്ഞത്. ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട LOP ഒരു മിനിറ്റ് പറയാം. അതെ, ഞാൻ പറഞ്ഞതിനെ സംസാരിച്ചോ? മൈക്ക് കൊടുത്തിട്ടില്ല അവിടെ മൈക്ക് കൊടുത്തിട്ടില്ല. ഞാനല്ലേ സംസാരിക്കുന്നത്, അവിടെ മൈക്ക് കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി, എനിക്കെതിരായി പരാമർശം നടത്തി. ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററി കാര്യമന്ത്രി. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല, വേറെ ആളുകളാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട. സാർ, ഈ സഭയിൽ MP രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ? അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ? ഈ സഭ തല്ലിപ്പൊളിച്ചപ്പോ പുറത്തു നിന്ന് അതിന് ഒത്താശ കൊടുത്ത ആരാണ്? ഒന്ന് അവിടെ ഫ്ലോർ ഓർഡർ നിങ്ങളുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങയുടെ നിരയിൽ നിരത്തിക്കോ. സാർ, ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു വ്യക്തിപരമായ പരാമർശവും നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അങ്ങേക്ക് അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ എന്റെ ചെലവിൽ അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ശക്തരൻ കൗളിന് മുകളിൽ അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ്. പിന്നെ ചെയറിനെ കുറിച്ച് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ട്. അത് അധിക്ഷേപകരമല്ലെങ്കിൽ രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ. അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക വഴി അപക്വമതിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു എന്നാണ്. സാർ, അതിനുശേഷം അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
അതിനുശേഷം തിരിച്ച് അദ്ദേഹം വന്നു. ഞാൻ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അവരെല്ലാം കൂടി വന്നപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പാർലമെന്ററി കാര്യ മന്ത്രി എന്ന നിലയിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ സർ അതിനുശേഷം അദ്ദേഹം ഇവിടെ സംസാരിച്ചു. വീണ്ടും ചെയറിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിലൂടെ ഞാൻ പറഞ്ഞത് സാധൂകരിക്കല്ലേ അദ്ദേഹം ചെയർ പറയാം. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ചെയർ പറയട്ടെ. യെസ്. സാർ, ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട്, ഈ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. മറ്റ് സാർ, ആ പാരമ്പര്യത്തിന് നിരക്കാത്ത നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത്. സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് ഒരു അദ്ദേഹത്തിന്റെ വാക്കൗട്ട് പുസ്തകത്തിന് മുമ്പായി അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അത് എക്സ്പെൻഡ് ചെയ്യുകയും പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റ് കാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെ അങ്ങ് അപലപിക്കുകയാണ്. സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ ബഹുമാനപ്പെട്ട CM മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ആദ്യ ഭാഗത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം ഈ സഭയുടെ അന്തസ്സ് പാലിച്ചു പോവുക എന്നുള്ളത് രണ്ട് ഭാഗവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സർ, അതിൽ ഞാൻ പറയാനിടയായത് സഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ എന്ത് പറയാം എന്ത് പറഞ്ഞുകൂടാ എന്നതിനെക്കുറിച്ച് നല്ല ധാരണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുണ്ട്. അതില്ലാത്ത ഒരാളല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. പക്ഷേ അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ചൊല്ലുന്നത്. ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല. നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാരും അതങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. സർ, അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. ആ പ്രാർത്ഥന എന്താകാനാണ്? എന്താണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത്? ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, VD സതീശൻ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. സർ, VD സതീശൻ്റെ പ്രാർത്ഥനയിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് സർ, ഇവർക്ക് വേണ്ടത് LDFനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിൻ്റെ ഭാഗമായി LDFൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത്. സർ, എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ? ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിനുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക്? അപ്പോൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളയാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട്. അത് സമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ്. ഇവിടെ പരസ്പരം അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല. അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നുവെന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതിനൊന്നുള്ളൊരു അവസരമായിട്ട് ഞാനിപ്പോൾ ഇതിനെ മാറ്റുന്നില്ല. പക്ഷേ സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലായിക്കോളും.